ഞാൻ ഈ തിരുവല്ല നിയോജക മണ്ഡലത്തില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കിട്ടി. അതായത് 27-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് സിസ്റ്റം ട്രാൻസ്പെറന്റ് ആക്കണം. അത് ഒരു ട്രാൻസ്പെറൻസ് ഗവൺമെന്റ് പോസിബിൾ ആകും. അപ്പോൾ എൻ്റെ ഉദ്ദേശം അതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും ദിവസവും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് കേട്ടിട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ ഭരിക്കുന്നവരും ഭരിക്കാത്തവരും എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരുടെ അടുത്തുനിന്നും ഒരു റെസ്പോൺസോ ഒരു വിമർശനമോ ഒന്നും ഇങ്ങനെ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. എന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മൗനം സമ്മതം എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും. കാരണം ഇത് നല്ലൊരു സിസ്റ്റം ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും എതിർപ്പോ പ്രശ്നങ്ങളോ കാണിക്കും. കാരണം ഇതൊരു നാടിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്, നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് പൂർണ്ണമായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇലക്ഷൻ ഒന്ന് ജയിക്കണം അല്ലെ ജയിക്കുവോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അത് നടക്കാൻ സാധ്യതയും കുറവായിരിക്കും. പക്ഷെ ഇത് വേണം എന്നുള്ള ഡിമാൻഡ് എനിക്കുണ്ട്. അപ്പോ ഈ ഡിമാൻഡ് ഇനിയിപ്പോ ഒരിക്കലും ആർക്കെങ്കിലും ഇതിന് മുന്നോട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്കോ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ ട്രാൻസ്പെറൻസി വർക്ക് ചെയ്യാൻ എങ്ങനെ സാധിക്കും, എങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതിനകത്ത് പങ്കുചേരാനും ഈ അവസരത്തിൽ തയ്യാറാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്രസ് മീറ്റ് ഇവിടെ നടത്തുന്നത്. ഇതിനകത്ത് ജയപരാജയമോ എനിക്ക് ഒപ്പണൻസോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഭരണ സംവിധാനങ്ങൾ മുഴുവനും പാളിച്ചയാണെന്നോ വികസനം നടക്കുന്നില്ലെന്നോ ഒന്നുമല്ല. ഒറ്റ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് കറക്ഷൻ ആവശ്യമുള്ളൂ. അതെന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം വന്നാൽ തീർച്ചയായിട്ടും കറപ്ഷൻ സാധനം സീറോ ആവും, എഫിഷ്യൻസി കൂടും, ക്വാളിറ്റി കൂടും. ഈ സംഭവത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവരുത്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇക്വാളിറ്റി വരെ പോസിബിൾ ആണ് ട്രാൻസ്പെറൻസിയിൽ. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ